അപ്പോൾ നമ്മൾ ഇന്ന് ബോട്ടിങ്ങിന് വന്നേക്കുന്നതെന്ന് പറയുന്നത് നമ്മുടെ ആലപ്പുഴയിലെ മുഹമ്മ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ബോട്ടിങ്ങിനാണ് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-45 മിനിറ്റത്തെ ബോട്ട് റൈഡ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറത്തെ ബോട്ട് റൈഡാണ്. അത് നമ്മുടെ കുമരകത്തേക്കുള്ള ബോട്ട് റൈഡാണ്. അപ്പോൾ ബാക്കി നമുക്ക് വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. വരുമ്പോൾ തന്നെ നമുക്ക് ഇതാ ഇവിടെ എല്ലാ ഫുൾ ഡീറ്റെയിൽസാണ്, ഓരോ ടൈമും കാര്യങ്ങളെല്ലാം കാണിച്ചു തരും. കണ്ട എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്, 2 വീലറിൻ്റെയും. അപ്പോൾ നമ്മളിതാ ഈ ബോട്ടിലാണ് പോകുന്നത്. നമ്മുടെ ബോട്ടൊക്കെ റെഡിയാണ്. വാ ഇജാതി ഫ്രെയിം. നമ്മുടെ ബോട്ടിൽ ആരും ഇല്ലല്ലേ? എനിക്കൊന്ന് കുറേ ടൈം കഴിഞ്ഞിട്ട് നമ്മുടെ ബോട്ട് എടുക്കത്തോളം തോന്നുന്നു. ഇജാതി ഫ്രെയിമടാ എൻ്റെ മോനെ, കുറേ ഉണ്ടല്ലേ. നിലവിലിപ്പോൾ ഇവിടെ പാതിരാമണ ഐലൻഡിലേക്ക് ബോട്ടില്ല, അത് കംപ്ലൈൻ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ പ്രൈവറ്റ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ പെർ പേഴ്സൺ 500 വെച്ചാണ് ചോദിക്കുന്നതൊക്കെ. അതിനെ നഷ്ടമാക്കിയ പക്ഷെ വെറുത്താണ് കേട്ടോ. ആ അങ്ങ് കാണുന്നതാണ് ആ ഐലൻഡ്, നല്ല രീതിക്ക് ഉണ്ടല്ലേ. അപ്പം നമ്മളിത് ഇപ്പം കുമരകത്തേക്കാണ് പോകുന്നത്. എനിക്കൊന്ന് ഇത് കുറച്ച് ടൈം എടുക്കും, 4 മണിക്ക് എടുക്കത്തോളം തോന്നുന്നു. 4 മണിക്ക് എടുക്കത്തോളൂ. നമ്മളപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുക. വലിയ രസമുണ്ടല്ലേ. നമ്മുടെ കുട്ടനാട് ഏരിയ ഒന്നും അല്ല ഇത് വെച്ച് നോക്കുമ്പോൾ, കാരണം ഇത് വലിയൊരു കായലാണ്, വേമ്പനാട് കായൽ. അസീം ബ്രോ 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 അസ്സലാമു അലൈക്കും. മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ് മാഷാഅല്ലാഹ്. ഇവിടെ എന്തോ പണി നടക്കും. ഇടിച്ചു വെച്ചതണ്ട. എനിക്ക് എപ്പോഴുള്ളൊരു ഡൗട്ടായിരുന്നു, ഇത് ആൾക്കാരെങ്ങനെ ഇത് ഇതാക്കും അല്ലേ. ബൈക്കൊക്കെ കേട്ടാ കേട്ടോ, ബൈക്കിന് 25 രൂപ. അപ്പം നമ്മളെ വണ്ടി ഇതാ എടുക്കുവാണ്. ഒത്തിരി സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒന്നുമില്ല. ഇവിടെ ബുക്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം വന്നൊരു ബോട്ടിൽ ബുക്സ് ഒക്കെ കാണുന്നത്, ഫസ്റ്റ് ടൈമാണ്. എന്തായാലും ഇത് നൈസായിട്ടുണ്ട്. പിന്നത്തെ വേസ്റ്റ് ബാസ്ക്കറ്റ് സംഭവം അടിപൊളിയാണ്. ഇവിടുത്തെ വ്യൂ അസീമ പറഞ്ഞ കേട്ടാ ഇവിടെ പോവാന്ന്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ കാണുന്നതാണ് നമ്മുടെ പാതിരാമണൽ ഐലൻഡ്. അടിപൊളി ഒരു ഐലൻഡാണ്. ഇൻഷാ അല്ലാഹ് അവിടെ പോകണം. നമുക്ക് എല്ലാവരും സൈക്ലിങ്ങിന് വന്നിട്ട് അവിടെ പോകണം. മഴ പെയ്ത് കാർമേഘങ്ങൾക്കിടയിൽ പോകുമല്ലേ വെള്ളത്തിൽ പോയാൽ തീർന്നു. ഈ സമയം നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്ന പോലെ ഒന്നും അല്ല, ഫോണിൽ കാണുന്ന പോലെ അല്ല. ഡയറക്റ്റ് വന്നിട്ട് നമ്മൾ കാണുന്ന വിഷ്വൽസ് കാണണം. പക്കാണ്, വെറുത്താണ്, നൈസാണ് കേട്ടോ. മുഹമ്മ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുവരെ ചെയ്ത പക്ഷേ കൈനഗിരിനെ തോപ്പിക്കാൻ ആർക്കും പറ്റത്തില്ല അല്ലടാ. കൈനഗിരിനെ പൊട്ടിക്കാൻ ആർക്കും പറ്റത്തില്ല. അത് വേറെ ഇത് വേറെ. കൈനഗിരിനെ തട്ടപ്പോഴും താന്ന് തന്നെ ഇരിക്കും. പക്ഷേ അത് ഒരുപാട് വിഷ്വൽസ് കാണാനുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു വലിയ ഏക്കർ കണക്കിനുള്ള ഒരു ബിഗ് 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 അങ്ങനെയല്ല. അത് വേറൊരു എക്സ്പീരിയൻസ്, ഇത് വേറൊരു എക്സ്പീരിയൻസ്. അതെന്ന് പറഞ്ഞാൽ ഒരുപാട് കാഴ്ചകൾ കാണാം, പുതിയ മുഖങ്ങളെ കാണാം. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെയാണല്ലേ, ബോട്ടിൽ അധികം ആൾക്കാരൊന്നുമില്ല. പിന്നെ അതല്ല ആനിമൽസ്, അത് ഇത് വേറെ ബോട്ടുകൾ അങ്ങനെ ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതിപ്പം നമ്മൾ മാത്രം ഒരിടത്ത് പോയി പെട്ട പോലത്തെ ഒരു അവസ്ഥ. പക്ഷെ നല്ല രസമുണ്ട് കാണാം. ഈ ബോട്ടൊക്കെ ഒന്ന് മറിഞ്ഞ് വീണ എന്തായാലും കൊള്ളാം കേട്ടോ.
മറ്റേ ഐലൻഡിൽ പോകാൻ പോകും. ബൈക്കിൽ പോകാം. ഞങ്ങൾ ബൈക്ക് അപ്പുറത്ത് വെച്ചിട്ടാണ് വന്നത്. ഇവിടുന്ന് നേരെ നമ്മൾ കുമരകത്തിലോട്ട് നമുക്ക് ഇവിടുന്ന് ബൈക്കിൽ പോകാൻ പറ്റും. 25 രൂപ. പിന്നെ നമ്മുടെയും ഫണ്ട് എങ്ങനെ പോയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു 80 രൂപ ആ ലെവലെത്തും. അങ്ങനെയാണെങ്കിൽ നേരെ ഇത്രയും കറങ്ങി പോകുന്നതിനെക്കാട്ടി നല്ലത് ഡയറക്റ്റ് ബോട്ടിൽ വന്നിട്ട് അപ്പുറത്ത് പോകുന്നതല്ലേ. അപ്പോൾ കുമരകത്തോട്ടൊക്കെ പോകാനുള്ളതിന് നേരെ മുഹമ്മേ വരിക, ബൈക്കിൽ റിസ്ക് ഒഴിവാക്കി ബൈക്ക് എടുത്ത് വെക്കുക. ജസ്റ്റ് ഈ ഒരു വ്യൂ ഒക്കെ കണ്ട് നമുക്ക് പോകാൻ കഴിയും കുമരകത്തോട്ട്. അല്ലാതെ പെട്ടെന്ന് തീർത്ത് വെച്ച് പോകാനിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ, നിങ്ങൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ബൈക്കിൽ തന്നെ പോയാൽ മതി. ഇതാകുമ്പോൾ റിസ്ക് ഒഴിവാക്കാം, നല്ലൊരു ട്രാവൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. സോ ഇതായിരിക്കും നൈസ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക. കുമരകത്തോട്ടൊക്കെ പോകാനിരിക്കുന്നവർ ജസ്റ്റ് ഇത് മുഹമ്മേ വരിക, ഒരു ബോട്ടിങ് കയറുക, നേരെ കുമരകത്തോട്ട് ബൈക്കിങ് കയറ്റി പോവുക. കാറ് പറ്റൂല. അടിപൊളിയാണ്. ലോണ്ട കൈസ് ദൂരത്തുനിന്ന് ഒരു സ്പീഡ് ബോട്ട് സ്പീഡിൽ വരുന്നു. ഇപ്പം ദൂരത്ത് നിൽക്കുക, അടുത്തോട്ട് വാടാ. നമ്മളിതാ ഒരു ബോട്ട് കണ്ടിട്ടുണ്ട്. നമ്മുടെ കൈനഗിരിയിലൊക്കെ ആയിരുന്നെങ്കിൽ മിനിറ്റുകളല്ല സെക്കൻഡിൽ ബോട്ടുകളുണ്ട്. പ്രൈവറ്റ് ബോട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പോഴത്തേക്ക് വരുന്നത് നമ്മുടെ കേരള ബോട്ട് തന്നെയാണ്. കുറേ നേരത്തിന് ശേഷം നമ്മൾ കാണുന്ന കേട്ടോ. നമ്മൾ ഈ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ ഈ ഒരു ഇത്രയും സമയത്ത്. ഇപ്പോഴാണ് ഒരു ബോട്ട് കണ്ടത്. കിടന്നും ഇരുന്നും എങ്ങനെ വേണമെങ്കിലും ഈ ബോട്ടിൽ പോവാം. ആൾക്കാരില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇവർക്ക് എന്ത് ലാഭം കിട്ടാനല്ലേടാ? അല്ലേ, കുറച്ച് പേരല്ലേ ഉള്ളൂ. ഡീസലിന് തന്നെ എത്ര രൂപ പറയടാ? എന്തേലും നിന്റെ പൊട്ട ബുദ്ധി വെച്ച് എന്തേലും പറ. അതായത് പറ. 9 കിലോമീറ്റർ. 9 കിലോമീറ്റർ നമ്മൾ അവിടെ നിന്ന് ഇത്ര 9 കിലോമീറ്റർ ആണ് ഈ പോകുന്നത്. അപ്പുറം വരെ 9 കിലോമീറ്റർ. ഈ വണ്ടിക്ക് എത്ര മൈലേജ് ഉണ്ടെന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കാനാടാ? ആ ചേട്ടനാണ് ചോദിക്കുന്നത്. ചേട്ടാ, ഈ ബോട്ടിന് എത്ര മൈലേജ് കിട്ടും? എത്ര ചേട്ടാ? 3-4 കിലോ മണിക്കൂറോ? അപ്പൊ ഇത്രയും പേര് കയറുമ്പോ വല്ല ലാഭമുണ്ടോ? ആ പുള്ളിക്കല്ലേ, പുള്ളിനോട് ചോദിച്ചിട്ട് തരാം. ഞാൻ ചോദിച്ചിട്ട് തരാം. അപ്പോൾ നമ്മൾ ആ പുള്ളിക്കാരനോട് മൈലേജും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പോവുക. നിങ്ങളപ്പോൾ അത് കണ്ടോണം, നമുക്ക് ചോദിക്കാം. പുള്ളിക്കാരനോട് ചോദിക്കാം. ചേട്ടാ, ഈ ബോട്ടിന് എത്ര മൈലേജ് ഉണ്ടെന്നാണ്? ആ, മണിക്കൂറാ? കൃത്യമായിട്ട് ഒരു ബോട്ടിന് എത്ര മൈലേജ് എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ എഞ്ചിന്റെ കണ്ടീഷൻ, ബോട്ടിന്റെ വെയിറ്റ്, നമ്മൾ പോകുന്ന സ്പീഡ്, ബോട്ടിലെ ലോഡ്, ഇതൊക്കെ അനുസരിച്ച് മൈലേജ് പറയാൻ. ഇപ്പൊ നമ്മളിപ്പോ 10-11 ഒരു മണിക്കൂർ എത്ര ഡീസൽ അടിക്കുന്നു ഒരു ദിവസമാണ്? കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും ഒരു 10-11 ഒരു മണിക്കൂറിന് ഒരു 10 ലിറ്ററിന്റെ മേളിൽ വെച്ചുള്ള ഇതായിരിക്കും ഓടുന്നത്. അപ്പൊ ഞങ്ങൾ ഇത്രയും നേരം 2-3-4 പേര്, അപ്പൊ ഇതൊക്കെ നഷ്ടമല്ലേ? ഡിപ്പാർട്ട്മെന്റ് അവശ്യ സർവീസായിട്ട് ചെയ്യുന്ന സംഭവമല്ല, ലാഭമല്ല. ഇവിടെ പൊതുജന സേവനത്തിന് വേണ്ടി സർക്കാർ ചെറിയ ടിക്കറ്റ് നിരക്കിൽ ചെയ്യുന്ന ഒരു സംഭവം. ഓക്കെ, ഇതാണ് ബ്രോ സ്ഫടികം സിനിമ ഷൂട്ട് ചെയ്യുന്നത്. സ്ഫടികോ? ചങ്ങനാശ്ശേരിയാ? ചങ്ങനാശ്ശേരിയാ? ആ വെള്ള കളർ അത് അതാ? എടാ പോടാ, അത് ചങ്ങനാശ്ശേരിയിലാണ് സ്ഫടിക. നീ കണ്ടിട്ടുണ്ടോ? ഓ, ലാലേട്ടൻ ഫാൻ ബോയ്.
അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഫടികം ഷൂട്ട് ചെയ്ത ക്ലൈമാക്സിലെ സീനല്ലേടാ? എനിക്ക് അത്ര ഓർമ്മയൊന്നുമില്ല. ലാലേട്ടൻ്റെ സ്ഫടികം ഷൂട്ട് ചെയ്ത ഇവിടെ ആയിരുന്നു. അത് തന്നെ ഒരു ഭാഗം. ചേട്ടാ അങ്ങോട്ട് കുടുങ്ങും മീനെ. ഈ പാവപ്പെട്ട നമ്മളെയും അല്ല പടച്ചു. നിറയെ ഹൗസ് ബോട്ട്. ഓ, റിസോർട്ടിൽ വന്നവരല്ലേ? ഗോകുലത്തിൻ്റെ മറ്റേ ശ്രീഗോകുലം. അവരുടെ ഓരൊക്കെ വല്ല ബിസിനസ് മാൻ ആവണം. വെള്ളാപ്പള്ളിയുടെ ഇത് എടാ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ നൈസ് സ്പോട്ടടാ. അതിൻ്റെ അകത്ത് എടാ അതിൻ്റെ അകത്തുനിന്ന് ആ വീടിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് കയറാൻ പറ്റുമോ? മൂത്രം ഒഴിക്കുന്നു. ഒരു കാറ്റ് പോലും അറിയാതെ അവൾ പോലും അറിയാതെ. ഇതാണ് നമ്മൾ അവസാനം നമ്മൾ കുമരകം എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുമരകത്ത് വന്ന് ഇറങ്ങി. അതിനിപ്പോൾ നമ്മൾ ഈ ബോട്ടിൽ തന്നെ ഒരു 5 മിനിറ്റ് നമുക്ക് തിരിച്ചു പോകാം. പക്ഷെ നമ്മൾ ഇന്ന് നടന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കുറച്ച് ലേസും ഫിസ് പിന്നെ ഓർബിറ്റ് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ്സ്. അപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചു. നമ്മൾ മെല്ലെ നടന്നു പോവാണ്. ഓക്കെ, ഇവിടെ പ്രൈവറ്റ് ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അവൈലബിൾ ആണ്. ഹായ് ചേച്ചി, ഹായ്, ബൈ ബൈ. നമ്മളപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? അസീമിൻ്റെ ലാലേട്ടൻ്റെ സ്ഫടികം ഷൂട്ട് ചെയ്ത സ്ഥലത്തേക്ക് അല്ലേ അസീമേ? ക്ലോക്ക് ഉണ്ടോ നമ്മുടെ? മറ്റേ പണ്ട് കാലത്തെ മെക്കാനിക്കൽ ക്ലോക്ക് 1930. Wow. Hey, Asim. Wow. എടാ ഈ അറ്റത്ത് ബോട്ട് നിർത്തത്തില്ലല്ലേ? ഇല്ല, ഇതിലൊക്കെ അങ്ങ് പോയാൽ മതി. ഇല്ലടാ, നിർത്തുവടാ. കൈ കാണിച്ചാൽ നിർത്തുമല്ലേ? നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാലോടാ ആ സൈഡിൽ. ഫൈനലി വി ആർ ഹിയർ. അസിമി ഇവിടെ തന്നെ ആണോ? ചേട്ടാ ഇവിടെയാണോ സ്ഫടികത്തിൻ്റെ അല്ലേ? ആ, അടിപൊളി. നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് ഇതാ പോകുന്നുണ്ട് ജെട്ടിയിലോട്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ കുമരകത്തിലെ ബോട്ടിൻ്റെ ജേണി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോ കാണണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. കാരണം കൂടുതൽ ഇൻഫർമേഷനൊക്കെ ഞാൻ ഇൻസ്റ്റയിലാണ് ഇടുന്നത്. സോ ഗൈസ്, നമ്മളിവിടെ വൈഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ, ബൈ ബൈ.